ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവർ ട്രൈ ചെയ്യാത്ത ഒരു പുതിയൊരു മെത്തേഡ് ഓഫ് ലേണിംഗ് ആണ്. അതായത് ലേൺ വിത്ത് ഫൺ. ഓക്കെ, അതായത് നമുക്ക് മിക്കൊരു പ്രശ്നം ഉണ്ട്. നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കും, പഠിക്കണമെന്ന് വെച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇൻറ്റൻഷൻ നമ്മൾ പഠിക്കാണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് പലപ്പോഴും പല ഡിസ്ട്രാക്ഷൻസ് മെൻ്റലി ആയിട്ട് തോന്നാറുണ്ട്. അല്ലെ, പഠിക്കാൻ മടുപ്പ് വരുന്നു, ക്ഷീണം വരുന്നു, മടി വരുന്നു അല്ലേ. സോ അതിൽ നിന്നൊക്കെ നമുക്ക് ഒന്ന് മാറി നമുക്ക് ട്രൈ ചെയ്യുന്ന രീതിയാണ് ലേൺ വിത്ത് ഫൺ. നമുക്ക് ചില കളികളായിട്ടൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. പെട്ടെന്ന് നമ്മുടെ മെമ്മറിയിൽ അത് സ്റ്റോർ ആവുന്നു, പിന്നെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ ലൈഫിലൊക്കെ നമ്മൾ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്യൂസ് സെഷനുമായിട്ടാണ്. ഓക്കെ, സോ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, അത് മാനുവൽ ടെസ്റ്റിംഗ്, കോഡിംഗ് ഒന്നല്ല, ഓൺലി മാനുവൽ ടെസ്റ്റിംഗ്. ഓക്കെ, അതിന് ഡിഫറെൻറ്റ് പ്രോസസ്സും കാര്യങ്ങളും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് അതൊക്കെ വെച്ചിട്ടുള്ള ഒരു 25 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഇങ്ങനെ ഒരു സെഷൻ ട്രൈ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മിക്കവർക്കും ഇൻക്ലൂഡിങ് ഞാനടക്കം ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, എനിക്ക് മാനുവൽ ടെസ്റ്റിംഗ് അറിയാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളോട് ഒരാൾ ഒരു കാര്യം, ഒരു ടോപ്പിക് എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സെയിം കാര്യം തന്നെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുവാണെങ്കിൽ അതിൻ്റെ ആൻസർ ചെയ്യാൻ പലപ്പോഴും നമുക്കൊന്ന് കഷ്ടപ്പെടായിരിക്കും. കാരണം എന്താ, ആ വന്നിരിക്കുന്ന ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഏകദേശം ഒരുമാതിരി സിമിലർ ആൻസേഴ്സ് ആയിരിക്കാം. സോ നമുക്ക് കൺഫ്യൂഷൻ വരും, ഏതാണ് കറക്റ്റ് എന്നുള്ളത്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ കാരണം എന്താ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിൽ അത്ര കാര്യമായിട്ട് നോളജ് ഉള്ള ഒരാളല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ കാരണം. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട്, നമുക്ക് നമ്മുടെ ആ നോളജ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ സെഷൻ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നോട്ട് പറയട്ടെ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വിസ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാവേ. സ്റ്റാർട്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിസ്റ്റം ടെസ്റ്റിംഗ് ഈസ് എ. സിസ്റ്റം ടെസ്റ്റിംഗ് ഇതിൽ ഏതാണ്? ഓപ്ഷൻസ് ആണ് ഗ്രേ ബോക്സ്, ബ്ലാക്ക് ബോക്സ്, വൈറ്റ് ബോക്സ് ഓർ ബോത്ത് ബി ആൻഡ് സി. അതായത് ബ്ലാക്ക് ബോക്സ് ആൻഡ് വൈറ്റ് ബോക്സിൻ്റെ കോമ്പിനേഷൻ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? അപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും വെറുതെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കരുത് നമ്മുടെ ഈ വീഡിയോ. ഒരു ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ എന്തായാലും അതിൽ ഓരോ ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാവുന്ന ചെയ്തു പോകാം. ദെൻ ഫൈനലി കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഔട്ട് ഓഫ് ദിസ് 25 ക്വസ്റ്റ്യൻസ് എത്രണ്ണം നിങ്ങൾക്ക് കറക്റ്റാക്കി ചെയ്യാൻ വേണ്ടി പറ്റിയെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് ഇവാലുവേഷൻ പറ്റുന്നതായിരിക്കും. സോ അത് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഒന്ന് എഴുതുക. ഒരു 4 to 5 seconds ടൈം എടുക്കുക. ഓക്കെ, വേഗം ആൻസർ എഴുതുക. നമുക്ക് ചെക്ക് ചെയ്യാതെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും എല്ലാ ക്വസ്റ്റിനും ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരിക്കും സെലക്ട് ചെയ്ത് കൊടുക്കുക ആൻസർ ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, എല്ലാവരും എൻ്റെ ആൻസർ കണ്ടുപിടിച്ചെന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഞാൻ ഇപ്പോൾ ഗ്രേ ബോക്സ് കൊടുക്കുകയാണ്. ആൻസർ ഇസ് റോങ് അല്ലേ. ഒബ്വിയസ്ലി സിസ്റ്റം ടെസ്റ്റിംഗ് ഈസ് നോട്ട് എ ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് ആണ്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ. എന്താണ് ആൻസർ? ഇറ്റ്സ് എ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണ്, സിസ്റ്റം ടെസ്റ്റിംഗ് അല്ലേ. സോ ബ്ലാക്ക് ബോക്സ് എന്നുള്ള എൻ്റെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. നമുക്കറിയാം സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എത്ര പ്രിൻസിപ്പിൾസ് ഉണ്ട്? 7 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇത് കൊടുത്തേക്ക് 4 ഓപ്ഷൻസിൽ ഒരെണ്ണം ഈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ പാർട്ടല്ല. അതേതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻസ് നോക്കാം. എക്സ്ഹോസ്റ്റീവ് ടെസ്റ്റിംഗ് ഈസ് പോസിബിൾ, ടെസ്റ്റിംഗ് ഷോസ് ദ പ്രസൻസ് ഓഫ് ഡിഫക്ട്സ്, ഏർലി ടെസ്റ്റിംഗ് ഓർ ഡിഫക്ട് ക്ലസ്റ്ററിംഗ്. ഇതിലേതാണ് പ്രിൻസിപ്പിൾ ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ പാർട്ട് അല്ലാത്തത്? അപ്പോൾ എല്ലാവരും ആദ്യം മനസ്സിലൊന്ന് ഓർക്കുക, 7 പ്രിൻസിപ്പിൾസ്, അതിൽ ഇല്ലാത്ത ഒന്ന്, അല്ലെങ്കിൽ അതിൽ മെൻഷൻ ചെയ്തേക്കുന്നതിൽ ചെറിയൊരു ഡീവിയേഷൻ വന്നേക്കുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതെന്തായിരിക്കും? ഒന്ന് നോട്ട് ചെയ്യുക. എനിക്ക് മനസ്സിലായി എന്താണ് ആൻസർ എന്നുള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. ഇറ്റ്സ് കറക്റ്റ്. എക്സ്ഹോസ്റ്റീവ് ടെസ്റ്റിംഗ് ഈസ് പോസിബിൾ. സോ അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അതായത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ പാർട്ട് അല്ലാത്ത ഓപ്ഷനാണത്. സോ എക്സ്ഹോസ്റ്റീവ് ടെസ്റ്റിംഗ് ഈസ് നോട്ട് പോസിബിൾ ഓർ ഇറ്റ്സ് ഇംപോസിബിൾ. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് വരുന്ന കാര്യം. അതായത് നമുക്ക് എല്ലാ കോമ്പിനേഷൻസ് ഓഫ് ടെസ്റ്റിങ്സും പോസിബിൾ അല്ല, അതാണ് പ്രിൻസിപ്പിൾ വരുന്നത്. പക്ഷെ ഇവിടെ കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, പോസിബിൾ എന്ന് കൊടുത്തേക്കുന്നത്. സോ ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. ലെറ്റ്സ് ജംപ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
What is the primary goal of regression testing? So എന്താണ് regression testing എന്ന് ആലോചിക്കുക. Options are to ensure that new code changes do not adversely affect existing functionality. Second option, to ensure that the system behaves as expected. Third option, to verify the compatibility of the software with other systems. And the last option is to test the performance of the system under load. So ഇതിൽ ഏതാണ് primary goal of regression testing? So എന്താണ് regression testing? ആലോചിക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആൻസർ വന്നേക്കുന്നത്. ഓക്കെ, ഓക്കെ, ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നു. യാ, ദാറ്റ്സ് കറക്റ്റ് ആൻസർ. അതായത് എന്താണ്, ടു എൻഷുർ ദാറ്റ് ന്യൂ കോഡ് ചേഞ്ചസ് ഡു നോട്ട് അഡ്വേഴ്സ്ലി അഫക്റ്റ് എക്സിസ്റ്റിംഗ് ഫംഗ്ഷനാലിറ്റി. നമ്മുടെ കോഡിൽ വന്നേക്കുന്ന ന്യൂ ചേഞ്ചസ് കാരണം നമ്മുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഫംഗ്ഷനാലിറ്റീസിനെ ബാഡ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് എന്ത്, റിഗ്രഷൻ ടെസ്റ്റിംഗ്. സോ ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. എനിക്ക് തോന്നുന്നത് മിക്കവർക്കും ശരിയായി കാണാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which testing technique involves testing the system's response to extreme inputs? അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കീവേഡ് ആണ് എന്താണ്, റെസ്പോൺസ് ടു എക്സ്ട്രീം ഇൻപുട്സ്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷൻസ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ ഇക്വലൻസ് പാർട്ടീഷനിങ്, സെക്കൻഡ് ബൗണ്ടറി വാല്യൂ അനാലിസിസ്, തേർഡ് ഡിസിഷൻ ടേബിൾ ടെസ്റ്റിംഗ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ് ട്രാൻസിഷൻ ടെസ്റ്റിംഗ്. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ആപ്ലിക്കേഷൻ്റെ ടെസ്റ്റിംഗ് നടത്തുമ്പോഴത്തേക്കും അതിൻ്റെ റെസ്പോൺസസ് നമ്മളതിൻ്റെ എക്സ്ട്രീം ഇൻപുട്സ്, എക്സ്ട്രീം എന്ന് പറയുമ്പോൾ എന്താ, മാക്സിമം അല്ലെങ്കിൽ മാക്സിമം മാത്രമല്ല അതിൻ്റെ ബൗണ്ടറീസ്. ഓക്കെ, ആ ബൗണ്ടറീസ് ഇതിൽ എക്സ്ട്രീംസി വരുന്ന ഇൻപുട്സ് കൊടുത്ത് ചെക്ക് ചെയ്യുന്ന ഇതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ തന്നെ എൻ്റെ ആൻസർ ഉണ്ട്. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോറി, നിങ്ങൾ ആൻസർ എഴുതി നോക്കുക. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാൻ ഞാൻ ഫസ്റ്റ് വൺ കൊടുക്കുകയാണ്. ഇക്വലൻസ് പാർട്ടീഷനിങ് അല്ല, പിന്നെ എന്താണ് കറക്റ്റ് ആൻസർ? ബൗണ്ടറി വാല്യൂ അനാലിസിസ് അല്ലേ. സോ ബൗണ്ടറീസ് കൊടുത്ത്, ഫോർ എക്സാമ്പിൾ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ബോക്സ്, അവിടെ ഒരു 1 to 10 വരെയുള്ള വാല്യൂസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ വാല്യൂസ് കൊടുക്കേണ്ടത്? 0 കൊടുക്കണം, 1 കൊടുക്കണം, 2 കൊടുക്കണം. അതുപോലെ എക്സ്ട്രീം ആയിട്ടുള്ള അപ്പർ ബൗണ്ടറി എന്താ കൊടുക്കാം? 9 കൊടുക്കാം, 10 കൊടുക്കാം, 11 കൊടുക്കാം അല്ലേ. സോ ഇങ്ങനെയുള്ള എക്സ്ട്രീംസ് അല്ലെ ബൗണ്ടറി വാല്യൂസ് കൊടുത്ത് ചെക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ്. ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Smoke testing is performed. Options are to ensure the system can handle peak loads, to verify the system's compatibility with various browsers, to test the system's response to unexpected inputs, and last option is to ensure all critical functionalities of the system are working. So ഇതിൽ ഏതാണ് സ്മോക്ക് ടെസ്റ്റിംഗ്? സ്മോക്ക് ടെസ്റ്റിംഗ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് ആലോചിക്കുക. അതാണ് ഓപ്ഷനായിട്ട് വരുന്നത്. ഓക്കെ, ഓക്കെ, ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നു. ദാറ്റ്സ് റോങ്. ആൻസർ എന്താണ്? ടു എൻഷുർ ഓൾ ക്രിട്ടിക്കൽ ഫംഗ്ഷനാലിറ്റീസ് ഓഫ് ദ സിസ്റ്റം ആർ വർക്കിംഗ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷനിലെ എല്ലാ ടെസ്റ്റ് കേസും എക്സിക്യൂട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല ഫോർ സ്മോക്ക് ടെസ്റ്റിംഗ്. അവിടെ നമ്മൾ ക്രിട്ടിക്കൽ ഫംഗ്ഷനാലിറ്റീസിനെ മാത്രം ഫോക്കസ് ചെയ്ത് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുന്നതാണ് സ്മോക്ക് ടെസ്റ്റിംഗ്. ഓക്കെ, അതൊക്കെ എല്ലാവർക്കും ശരിയാവുന്ന ആൻസേഴ്സ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ്? ഓപ്ഷൻസ്: to simulate real-world usage scenarios without predefined test cases, to find defects by executing a predefined set of test cases, to evaluate the overall performance of the system. Last option is to test the integration of different modules in the system. ഇതിൽ ഏതാണ് purpose of exploratory testing? ആൻസർ എല്ലാം നോട്ട് ചെയ്തോ? ഓക്കെ, ഞാൻ കൊടുക്കുന്നു ഫസ്റ്റ് ഓപ്ഷൻ. അത് കറക്റ്റ് ആൻസർ ആണ്. എന്താണ്? ടു സിമുലേറ്റ് റിയൽ വേൾഡ് യൂസേജ് സിനാരിയോസ് വിത്തൗട്ട് പ്രീഡിഫൈൻഡ് ടെസ്റ്റ് കേസസ്. നമ്മളവിടെ റിയൽ വേൾഡ് യൂസേജ്, അതായത് നമ്മൾ ആക്ച്വലി ഒരു എൻഡ് യൂസർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവരെ കൊടുക്കാൻ ചാൻസസ് ഉള്ള ഇൻപുട്സ് കൊടുത്തിട്ട് വെരിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ് എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ്. അവിടുത്തെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് എന്താ പറയുക ഒരു ഫീച്ചർ എന്താണ്? അവിടെ പ്രീഡിഫൈൻഡ് ടെസ്റ്റ് കേസ് ഉണ്ടാവത്തില്ല. സോ അതാണ് പർപ്പസ് ഓഫ് എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which phase of the software development life cycle, that means SDLC, does unit testing typically occur? So SDLCയിൽ ഡിഫറെൻറ്റ് ഫേസ് ഉണ്ടെന്ന് അറിയാലോ. അതിനകത്ത് ഏത് ഫേസിലാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുക എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് ആർ റിക്വയർമെൻറ്റ് ഗാദറിംഗ്, ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ ഓർ മെയിൻ്റനൻസ്. Let's check. First option
അല്ല, റിക്വയർമെൻറ്റ് ഗാദറിംഗ് അല്ല. നമുക്ക് ആൻസർ നോക്കാം. ഇംപ്ലിമെൻറ്റേഷൻ അല്ലേ. യൂണിറ്റ് ടെസ്റ്റിംഗ് ആരെ പെർഫോം ചെയ്യുക? ഡെവലപ്പേഴ്സ് ആണ്. അവരെപ്പോഴും പെർഫോം ചെയ്യുക അവർ കോഡ് എഴുതുമ്പം അല്ലെ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ഡിസൈൻ കോഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് അവർ യൂണിറ്റ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത് അല്ലേ. യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടെസ്റ്റിംഗ് ഓർ മൊഡ്യൂൾ ടെസ്റ്റിംഗ് എന്നൊക്കെ പറയും. അത് അവർ ചെയ്തേക്കുന്ന കോഡിനെ അവർ മൊഡ്യൂൾ വൈസ് അവർ ചെയ്തേക്കുന്ന ഒരു എന്താ പറയുക പല പാർട്സ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നില്ല. അതിൻ്റെ പകരം അവർ ചെയ്തേക്കുന്ന കുഞ്ഞു മൊഡ്യൂൾ, ഒരു കുട്ടി മൊഡ്യൂൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ മൊഡ്യൂൾ ടെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്, മോഡുലാർ ടെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. സോ മൊഡ്യൂൾ ടെസ്റ്റിംഗ് ഓക്കെ, മൊഡ്യൂൾ ടെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. സോ അത് എവിടെ പെർഫോം, ഏത് ഫേസിൽ പെർഫോം ചെയ്യും? ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഫേസിൽ ചെയ്യുക. സോ അതാണ് കറക്റ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഓക്കെ, വിച്ച് മെട്രിക് ഈസ് കോമൺലി യൂസ് ടു മെഷർ ദ എഫക്റ്റീവ്നെസ് ഓഫ് ടെസ്റ്റ് കേസ്? നമ്മളിവിടെ ഒരു 4 മെട്രിക്സ് അല്ലെങ്കിൽ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് യൂസ് ചെയ്യണം? നമുക്ക് ടെസ്റ്റ് കേസസിൻ്റെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റുക എന്നാണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. കോഡ് കോംപ്ലക്സിറ്റി, നമ്പർ ഓഫ് ഡിഫക്ട്സ് ഫൗണ്ട്, കോഡ് റിവ്യൂ ഫീഡ്ബാക്ക് ഓർ ടെസ്റ്റ് കവറേജ്. ഇതിലേത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടെസ്റ്റ് കേസസിൻ്റെ എഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യാം? ആൻസർ നോട്ട് ചെയ്തോളൂ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാം. ഇറ്റ്സ് റോങ്. കോഡ് കോംപ്ലക്സിറ്റി അല്ല. ആൻസർ എന്താ? ടെസ്റ്റ് കവറേജ് അല്ലേ. ടെസ്റ്റ് കവറേജ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെക്ക് ചെയ്യാണ് എത്ര ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്തു, എത്ര നമുക്ക് ഇനി പെൻഡിങ് കിടപ്പുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ മെഷർ ചെയ്യാനുള്ള ഒരു മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരു മെട്രിക്കാണ് ടെസ്റ്റ് കവറേജ് എന്ന് പറയുന്നത്. സോ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റിംഗ് ലെവൽ ദ മെയിൻ ഫോക്കസ് ഈസ് ഓൺ കസ്റ്റമർ യൂസേജ്? ഓക്കെ, ശ്രദ്ധിക്കുക, കീവേഡ് എന്താ? കസ്റ്റമർ യൂസേജ്. ഓപ്ഷൻസ് നോക്കാം. ബോത്ത് ആൽഫ ആൻഡ് ബീറ്റ ടെസ്റ്റിംഗ്, വാലിഡേഷൻ ടെസ്റ്റിംഗ്, ആൽഫ ടെസ്റ്റിംഗ് ഓർ ബീറ്റ ടെസ്റ്റിംഗ്. ഇതിലേതാണ് ഓപ്ഷൻ വരിക? മെയിൻ ഫോക്കസ് ഈസ് ഓൺ കസ്റ്റമർ യൂസേജ്. അത് ഇതിനകത്ത് ഏത് ടെസ്റ്റിംഗ് ലെവലിലാണ് ചെയ്യുക? ഓപ്ഷൻ ശ്രദ്ധിക്കുക, എന്നിട്ട് ആൻസർ എഴുതുക. ഓക്കെ, ഞാൻ ഫസ്റ്റ് കൊടുക്കുവാണേ. ദാറ്റ്സ് റൈറ്റ്. അതായത് ആൽഫ ആൻഡ് ബീറ്റ ടെസ്റ്റിംഗ്. നമുക്കറിയാം ആൽഫ ആൻഡ് ബീറ്റ ടെസ്റ്റിംഗ് ഏകദേശം എന്താ പറയുക ഒരു കോയിൻ്റെ 2 സൈഡാന്ന് പറയാൻ പറ്റും അല്ലേ. രണ്ടും ഒരേ എന്താ പറയുക ഒരേ ഗോളാണ്. അതായത് എൻഡ് യൂസർ എങ്ങനെയാണോ ആ ഒരു ആപ്ലിക്കേഷൻ ഏത് പെർസ്പെക്റ്റീവിലാണ് കാണുന്നത് അതിൽ കൂടെ കണ്ടിട്ടാണ് അവരവിടെ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുക. അതാണ് ആൽഫ ആൻഡ് ബീറ്റ ടെസ്റ്റിംഗ്. പിന്നെ അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പേഴ്സിൻ്റെ ആ ഒരു വർക്ക് ലൊക്കേഷനിൽ നിന്നായിരിക്കും ടെസ്റ്റ് ചെയ്ത് നോക്കുക. ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാലോ എൻഡ് യൂസറിൻ്റെ ലൊക്കേഷനിൽ പോയിട്ട് അല്ലെങ്കിൽ അവരുടെ ആക്ച്വൽ എൻവയോൺമെൻറ്റിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും. അത് മാത്രമേ ഡിഫറൻസ് വരും. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ബോത്ത് ആൽഫ ആൻഡ് ബീറ്റ ടെസ്റ്റിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ടെസ്റ്റിംഗ് ടൈപ്സ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് സിസ്റ്റം ടെസ്റ്റിംഗ്. ഈ പറഞ്ഞേക്കുന്നതിനകത്ത് ഒരെണ്ണം സിസ്റ്റം ടെസ്റ്റിങ്ങിൻ്റെ പാർട്ടല്ല. ഏതാണ് ചോദിച്ചേക്കുന്നത്? സ്ട്രെസ് ടെസ്റ്റിംഗ്, റാൻഡം ടെസ്റ്റിംഗ്, റിക്കവറി ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ്. ഓക്കെ, ഞാൻ ഒരു ഓപ്ഷൻ വീണ്ടും റിപ്പീറ്റ് സിസ്റ്റം ടെസ്റ്റിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, അപ്പോൾ ഇത് ഏതായിരിക്കും ആൻസർ വരിക? സിസ്റ്റം ടെസ്റ്റിങ്ങിൻ്റെ പാർട്ട് അല്ലാത്തത്. ഓരോന്നും ആലോചിക്കുക അതെന്താണ് ആ ടെസ്റ്റിങ്സിൻ്റെ യൂസ് എന്നുള്ളത്. ഈ പറഞ്ഞേക്കുന്നത് ഏതാണ് സിസ്റ്റം ടെസ്റ്റിങ്ങിൻ്റെ പാർട്ട് അല്ലാത്തത്? ഓക്കെ, ഞാൻ ഫസ്റ്റ് വൺ കൊടുക്കുവാണേ. സ്ട്രെസ് ടെസ്റ്റിംഗ് അല്ല എൻ്റെ ആൻസർ വരുന്നത്. ആൻസർ നോക്കാം. റാൻഡം ടെസ്റ്റിംഗ്. റാൻഡംലി നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് റാൻഡം ടെസ്റ്റിംഗ്. സോ ദാറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് സിസ്റ്റം ടെസ്റ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following evaluation method is used to evaluate the quality test cases? Options: mutation analysis, verification, performance analysis or validation. നോട്ട് ചെയ്തോ? നമുക്ക് ആൻസർ നോക്കാം. ഞാൻ മ്യൂട്ടേഷൻ അനാലിസിസ് കൊടുക്കുകയാണേ. ദാറ്റ്സ് റൈറ്റ്. മ്യൂട്ടേഷൻ അനാലിസിസ് എന്നുള്ള ഒരു ഇവാലുവേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടെസ്റ്റ് കേസസിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് എൻ്റെ കറക്റ്റ് ആൻസർ വരെ, മ്യൂട്ടേഷൻ അനാലിസിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എക്സിക്യൂഷൻ ഫ്ലോ ത്രൂ ഔട്ട് ദ ഡീബഗിങ് പ്രോസസ്സ്. നമുക്ക് നമ്മുടെ ഡിഫറെൻറ്റ് ഐ ഡി ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കോഡൊക്കെ എഴുതി കൊടുക്കും അല്ലേ. അതിൽ നമുക്ക് ഡീബഗിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഡീബഗിങ്ങിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ടേംസ് ആണ് സ്റ്റെപ്പ് ഔട്ട്, സ്റ്റെപ്പ് ഓവർ, സ്റ്റെപ്പ് ഇൻറ്റു എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. സോ ഈ പറഞ്ഞേക്കുന്നതിനകത്ത് ഒരെണ്ണം ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എക്സിക്യൂഷൻ ഫ്ലോ ആണ് വരുന്നത്. അതേതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞില്ല. സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഓവർ, സ്റ്റെപ്പ് ഔട്ട് ഓർ സ്റ്റെപ്പ് ഇൻറ്റു. ഇതിനകത്ത് ഏതാണ് വരിക?
സോ ലെറ്റ്സ് ചെക്ക് ദ ആൻസർ. സ്റ്റെപ്പ് അപ്പ് അത് കറക്റ്റ് ആൻസറാണ്. കാരണം ബാക്കി സ്റ്റെപ്പ് ഓവർ, സ്റ്റെപ്പ് ഔട്ട്, സ്റ്റെപ്പ് ഇൻറ്റു ഇതെല്ലാം നമ്മൾ എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സ്റ്റെപ്പ് അപ്പ് അതല്ല. സോ അതല്ല എൻ്റെ അതാണ് അപ്പം എൻ്റെ ആൻസറായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റിംഗ് ടെക്നിക് ഈസ് യൂസ് ടു ടെസ്റ്റ് ദ കോഡ്? കോഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ഏത് ടെസ്റ്റിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: കോംപ്ലക്സ് പാത്ത് ടെസ്റ്റിംഗ്, ക്വാളിറ്റി അഷുറൻസ് ഓഫ് സോഫ്റ്റ്വെയർ, കൺട്രോൾ സ്ട്രക്ചർ ടെസ്റ്റിംഗ് ഓർ കോഡ് കവറേജ്. ഇതിലേതാണ് കോഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്ക്? ഓക്കെ, ഞാൻ ഫസ്റ്റ് വൺ കൊടുക്കുവാണ്. കോംപ്ലക്സ് പാത്ത് ടെസ്റ്റിംഗ് അല്ല ആൻസർ. കോഡ് കവറേജ് ആണ്. നമ്മൾ കോഡ് കൊടുത്തിട്ട് നമ്മൾ ആക്ച്വൽ കോഡ് അത് എന്തുമാത്രം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് കോഡ് കവറേജ് എന്ന് പറഞ്ഞ ടെക്നിക്ക്. സോ അതാണ് എൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: ഡാഷ് ടെസ്റ്റിംഗ് ഈസ് എ ടെസ്റ്റിംഗ് ടെക്നിക് വെയർ ദ ആക്ച്വൽ ഡാറ്റ വെരിഫൈ ഇൻ ദ റിയൽ എൻവയോൺമെൻറ്റ്. നമ്മൾ ആക്ച്വൽ ഡാറ്റ ഒരു റിയൽ എൻവയോൺമെൻറ്റിൽ പോയി ടെസ്റ്റ് ചെയ്യുന്ന അത് ഏത് ടെക്നിക്ക് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ്: റിഗ്രഷൻ ടെസ്റ്റിംഗ്, ബീറ്റ ടെസ്റ്റിംഗ്, ആൽഫ ടെസ്റ്റിംഗ്, നൺ ഓഫ് ദി അബവ്. ഓക്കെ, ശ്രദ്ധിച്ച് ആൻസർ നോട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ റിഗ്രഷൻ ടെസ്റ്റിംഗ് കൊടുക്കുവാണ്. റോങ്. എന്താണ് ആൻസർ? ബീറ്റ ടെസ്റ്റിംഗ്. ഓക്കെ, ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടെണ്ണം, ആൽഫ ടെസ്റ്റിംഗ് ആണ് ബീറ്റ ടെസ്റ്റിംഗ് ആണ് കൺഫ്യൂഷൻ വരും. നമ്മൾ ഓൾറെഡി അതിൻ്റെ എക്സ്പ്ലനേഷൻ മറ്റൊരു ക്വസ്റ്റിന് കൊടുത്തത് എന്താ, രണ്ടിലും നമ്മൾ ഒരു എൻഡ് യൂസറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അവർ ഒരു റിയൽ യൂസേജിൽ അവർ എന്തൊക്കെ ടെസ്റ്റ് ഡാറ്റയാണ് യൂസ് ചെയ്യുക എന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ ആൽഫ ടെസ്റ്റിംഗ് ബീറ്റ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുക. അത് നമ്മൾ ഡിഫറൻസ് എന്താണ് വരിക? ആൽഫ ടെസ്റ്റിംഗ് ഡെവലപ്പേഴ്സിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ അവരുടെ ലൊക്കേഷനിൽ നിന്നായിരിക്കും ചെയ്യുക. ബീറ്റ ടെസ്റ്റിംഗ് എവിടെയായിരിക്കും ചെയ്യുക? ഒരു റിയൽ എൻവയോൺമെൻറ്റിൽ പോയിട്ടായിരിക്കും ചെയ്യുക. അതുകൊണ്ടാണ് ഇതിൻ്റെ ആൻസർ ബീറ്റ ടെസ്റ്റിംഗ് എന്ന് വരാനുള്ള കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the below statements is true about reviews? Options: reviews are doubtful to identify faults in test plans. Reviews should be performed on specifications, code and test plans. Reviews are the minimum operative weight of testing code. Last option: reviews cannot be performed on user requirement specifications. ഏതായിരിക്കും ട്രൂ അബൌട്ട് റിവ്യൂസ്? നമ്മൾ റിവ്യൂ, വാക്ക് ത്രൂ ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലേ. സോ ഏതായിരിക്കും ട്രൂ അബൌട്ട് റിവ്യൂ വരുന്നത്? ഞാൻ ഫസ്റ്റ് വൺ കൊടുക്കുവാണേ. ഇറ്റ്സ് റോങ്. എന്താണ് ആൻസർ? റിവ്യൂസ് ഷുഡ് ബി പെർഫോംഡ് ഓൺ സ്പെസിഫിക്കേഷൻസ്, കോഡ് ആൻഡ് ടെസ്റ്റ് പ്ലാൻ. അല്ലെങ്കിൽ അല്ലേ, ഇപ്പം നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ, SRS ഡോക്യുമെൻറ്റ്, ആക്ച്വൽ കോഡ്, മറ്റ് ബിസിനസ് അനാലിസിസ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഡോക്യുമെൻറ്റ്സ്, പിന്നെന്താ ടെസ്റ്റ് പ്ലാൻസ്, സ്ട്രാറ്റജീസ്, ഇങ്ങനെയൊക്കെ ഉള്ള കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് റിവ്യൂ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന വെരിഫൈ ചെയ്യുന്നതാണ് റിവ്യൂ എന്ന് പറഞ്ഞ ടെസ്റ്റിംഗ് ടെക്നിക്ക്. സോ അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: it determines the quality of processes used to create a quality product. It is a system of management activities and preventive process. It applies for entire life cycle and deals with the process. ഈ പറഞ്ഞേക്കുന്നത് ഈ താഴെ കൊടുത്തേക്കുന്ന ഓപ്ഷൻസിൽ ഒരെണ്ണത്തിൻ്റെ ഫീച്ചറാണ്. അപ്പോൾ ഏതിൻ്റെ ആയിരിക്കും ഈ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫീച്ചർ വരിക? ഒന്നെന്ന് പറഞ്ഞാൽ അത് ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇതൊരു സിസ്റ്റം മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി ആൻഡ് പ്രിവെൻറ്റീവ് പ്രോസസ്സ് വരുന്നതാണ്. പിന്നെ ഒരു SDLC ലൈഫ് സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് ഏതാണ് വരിക? ഓപ്ഷൻസ്: ക്വാളിറ്റി കൺട്രോൾ, വാലിഡേഷൻ, ക്വാളിറ്റി അഷുറൻസ്, വെരിഫിക്കേഷൻ. എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ഉണ്ട്. ഏതായിരിക്കും ഈ പറഞ്ഞതിൻ്റെ കറക്റ്റ് ആൻസർ? ഓക്കെ, ഞാൻ ക്വാളിറ്റി കൺട്രോൾ കൊടുക്കുന്നു. റോങ്. ആൻസർ ഈസ് ക്വാളിറ്റി അഷുറൻസ് അല്ലേ, QA. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പണി തന്നെ, ക്വാളിറ്റി അഷുറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: retesting of a single program or component after a modification has been made is known as dash. Regional regression testing, unit regression testing, retesting or full regression testing. എന്തായിരിക്കും എൻ്റെ ആൻസർ? ഒരു മോഡിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ ഒരു ചെറിയൊരു മൊഡ്യൂൾ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ആ പ്രോസസ്സ് എന്ന് പറഞ്ഞ പേരെന്താണ്? ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ? നോക്കി ആൻസർ ചെയ്യുക. കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്.
ഓക്കെ, ഞാൻ ഫസ്റ്റ് വൺ കൊടുക്കുന്നു. ഇസ് റോങ്. ആൻസർ ഈസ് യൂണിറ്റ് റിഗ്രഷൻ ടെസ്റ്റിംഗ് അല്ലേ. ഈ ഒരു യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ സിംഗിൾ മൊഡ്യൂളിൻ്റെ ടെസ്റ്റിംഗ് നടത്തുന്നത് യൂണിറ്റ് റിഗ്രഷൻ ടെസ്റ്റിംഗ് അല്ലേ. ഒരു മോഡിഫിക്കേഷൻ വന്ന ശേഷം അങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് യൂണിറ്റ് റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നോട്ടിഫൈങ് ദ ഡെവലപ്പേഴ്സ് വിച്ച് ബഗ്സ് നീഡ് ടു ബി ഫിക്സ് ഫസ്റ്റ് ഈസ് നോൺ ആസ്. അതായത് ഡെവലപ്പേഴ്സിനെ നമുക്ക് ഒരുപാട് ബഗ്സ് കൊടുക്കുമല്ലോ, അതിനകത്ത് ഏതാണ് ആദ്യം സോൾവ് ചെയ്ത് പോകേണ്ടത്, ഫിക്സ് ചെയ്യേണ്ടതെന്ന് ഡെവലപ്പേഴ്സിനെ അറിയിക്കുന്ന ഈ താഴെ പറഞ്ഞേക്കുന്നത് ഒരു മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫീച്ചർ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു സ്റ്റാറ്റസ് ആണ്. സോ ഇതിനകത്ത് ഏതാണ് ആ ഒരു സ്റ്റാറ്റസ് എന്ന് ചോദിച്ചേക്കുന്നത്? ഒന്ന് ഫിക്സബിലിറ്റി, 2 ട്രേസബിലിറ്റി, 3 പ്രയോറിറ്റി ആൻഡ് 4 സിവിയറിറ്റി. ഇതിനകത്ത് ഏത് യൂസ് ചെയ്തിട്ടാണ് ഡെവലപ്പേഴ്സ് അറിയുക ഏതാണ് ആദ്യം ഫിക്സ് ചെയ്യുക എന്നുള്ളത്? നോട്ട് ചെയ്തോ? നമുക്ക് നോക്കാം. ഞാൻ ഫിക്സബിലിറ്റി കൊടുക്കുക. ഒബ്വിയസ്ലി ഇറ്റ്സ് റോങ്. ആൻസർ ഇസ് പ്രയോറിറ്റി അല്ലേ. നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, നമുക്ക് എല്ലാവർക്കും പഠിച്ചിട്ടുള്ള കാര്യമാണ് ടെസ്റ്റിംഗ് അതല്ലേ, പ്രയോറിറ്റി സിവിയറിറ്റി ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടെസ്റ്റിംഗ് ഇസ് പെർഫോംഡ് വിത്ത് പ്ലാനിങ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ? ഒരു പ്രോപ്പർ പ്ലാനിങ് ആൻഡ് വിത്ത് വെൽ മെയ്ഡ് ഡോക്യുമെൻറ്റേഷനോട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ഇനി പറഞ്ഞേക്കുന്നതിനകത്ത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻസ്: അഡ് ഹോക് ടെസ്റ്റിംഗ്, ഫസ്റ്റ് ടെസ്റ്റിംഗ്, എൻഡ് ടു എൻഡ് ടെസ്റ്റിംഗ്, monkey testing. ആൻസർ നോട്ട് ചെയ്തോളൂ. ഞാൻ ഫസ്റ്റ് വൺ കൊടുക്കുവാണ്, അഡ് ഹോക്ക്. ഇറ്റ്സ് റോങ്. ലെറ്റ്സ് സീ ദ ആൻസർ. എൻഡ് ടു എൻഡ് ടെസ്റ്റിംഗ്. ഈ ബാക്കി പറഞ്ഞേക്കുന്ന അഡ് ഹോക്ക്, ഫസ്റ്റ് ആൻഡ് മങ്കി ടെസ്റ്റിംഗ്, അത് മൂന്നിലും പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ തന്നെ ഡോക്യുമെൻറ്റേഷൻ ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട അല്ലെങ്കിൽ വലിയ പ്ലാനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ടൈപ്സ് ഓഫ് ടെസ്റ്റിങ്സ് ആണ്. പക്ഷേ എൻഡ് ടു എൻഡ് ടെസ്റ്റിംഗ് എന്താ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. എൻഡ് ടു എൻഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രം ദി ബിഗിനിങ് ടു ദ എൻഡ് ഓഫ് ദ ആപ്ലിക്കേഷൻ നമ്മൾ ഡിഫറെൻറ്റ് ഫ്ലോസിൽ ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് എൻഡ് ടു എൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ. ആൻഡ് അവിടുത്തെ ഫീച്ചർ എന്താണ്? നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കണം, വെൽ ഡിഫൈൻഡ് ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കണം. സോ ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകാം. സ്റ്റാറ്റിക് അനാലിസിസ് ക്യാൻ ബി ബെസ്റ്റ് ഡിസ്ക്രൈബ് ആസ്. ഓപ്ഷൻസ്: ദ അനാലിസിസ് ഓഫ് പ്രോഗ്രാം കോഡ്, ദ റിവ്യൂവിംഗ് ഓഫ് ടെസ്റ്റ് പ്ലാൻസ്, ദ അനാലിസിസ് ഓഫ് ബാച്ച് പ്രോഗ്രാംസ്, ദ യൂസ് ഓഫ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. സോ സ്റ്റാറ്റിക് അനാലിസിസ് ഈ പറഞ്ഞേക്കുന്നതിനകത്ത് ഏതുമായിട്ടാണ് കൂടുതൽ മാച്ച് ചെയ്യുന്നത്? നോക്കാവേ, ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കുവാണ് ദ അനാലിസിസ് ഓഫ് പ്രോഗ്രാം കോഡ് അല്ലേ. സ്റ്റാറ്റിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം കോഡ്, ഡെവലപ്പേഴ്സ് കൊടുത്തിരിക്കുന്ന കോഡൊക്കെ നമ്മൾ വായിച്ച് നോക്കി ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് അനാലിസിസ് എന്ന് പറയുക. വിത്തൗട്ട് എക്സിക്യൂട്ടിങ് ദ ആക്ച്വൽ കോഡ്, അതാണ് സ്റ്റാറ്റിക് അനാലിസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ആക്ടിവിറ്റീസ് യൂസ് ടു ഐഡന്റിഫൈ ദ ബഗ്സ് മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ്ലി? മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാവുന്ന നമുക്ക് ബഗ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതിനകത്ത് ഏതൊരു ഫേസിലായിരിക്കും അല്ലെങ്കിൽ ഏത് ടെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന്? സോ ഓപ്ഷൻസ്: പ്ലാനിങ്, എക്സിക്യൂഷൻ, ചെക്ക് എക്സിറ്റ് ക്രൈറ്റീരിയ, കംപ്ലീഷൻ, ഡിസൈൻ. അത് ഏതായിരിക്കും ഓപ്ഷൻ? നോട്ട് ചെയ്തല്ലോ. ഞാൻ കൊടുക്കാൻ പോവാണ് പ്ലാനിങ്. കറക്റ്റ് ആൻസർ ആണ്. കാരണം എന്താ, നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിലെ ആദ്യത്തെ ഫേസ് തന്നെ പ്ലാനിങ് ആണ്. സോ നമ്മൾ ടെസ്റ്റിംഗ് നടത്തി ആ ഒരു ഫേസിൽ തന്നെ നമ്മൾ ബഗ്സിനെ അല്ലെങ്കിൽ ഇഷ്യൂസിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. നമുക്കറിയാം 7 പ്രിൻസിപ്പിൾസ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനകത്ത് ഒരെണ്ണമാണ് എന്ത്? ഏർലി ടെസ്റ്റിംഗ്. അതായത് നമ്മൾ എത്ര നേരത്തെയാണോ ബഗ്സിനെ ഐഡന്റിഫൈ ചെയ്യുക അത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. റിസോഴ്സസിൻ്റെ എന്താ പറയുക, കോസ്റ്റ്, ടൈം, മണി തുടങ്ങിയ എല്ലാവിധ കാര്യങ്ങളും, അതായത് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ബാധിക്കുന്ന കാര്യങ്ങളാണ്. സോ അതിനെല്ലാം നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ ടെസ്റ്റിംഗ് നടത്തിയിട്ട് ബഗ്സിനെ ഐഡന്റിഫൈ ചെയ്യുക. സോ പ്ലാനിങ് ആണ് ഫസ്റ്റ് ഫേസ്. സോ അവിടെ തന്നെ നമ്മൾ ബഗ്സിനെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. സോ ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: അക്സെപ്റ്റൻസ് ടെസ്റ്റ് കേസസ് ആർ ബേസ്ഡ് ഓൺ ഡാഷ്. ഡിസൈൻ, കോഡ്, ഡിസിഷൻ ടേബിൾ, റിക്വയർമെൻറ്റ്സ്. ഇതിൽ ഏതിനെ വെച്ചിട്ടായിരിക്കും അക്സെപ്റ്റൻസിൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ ടെസ്റ്റ് കേസസ് ബേസ് ചെയ്തേക്കുന്നത്?
എന്താണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് യൂസറുള്ള കസ്റ്റമർക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണോ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തേക്കുന്നതെന്ന് വെരിഫൈ ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുക. സോ അതിൻ്റെ ടെസ്റ്റ് കേസസ് ഈ പറഞ്ഞേക്കുന്ന ഏതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുക എന്ന്. ആൻസർ നോക്കാൻ ഡിസൈൻ കൊടുക്കുകയാണ്. ഇറ്റ്സ് റോങ്. ആൻസർ ഈസ് റിക്വയർമെൻറ്റ്സ് അല്ലേ. സോ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻസിലാണ് നമുക്ക് മനസ്സിലാകുക എന്താണ് എൻഡ് യൂസർ എക്സ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുക, അവർക്ക് എന്ത് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷനാണ് വേണ്ടത്, അവരെന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൊടുത്തേക്കുന്നത് റിക്വയർമെൻറ്റ്സിൽ. സോ റിക്വയർമെൻറ്റ്സ് ബേസ്ഡ് നമ്മൾ അക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങിൻ്റെ ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യുക. സോ റിക്വയർമെൻറ്റ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To test a function, the programmer has to write a dash. That's called the function to be tested and passes its test data. ഈ പറഞ്ഞേക്കുന്നതിനകത്ത് ഒരെണ്ണം പ്രോഗ്രാമർ ഒരു കോഡ് എഴുതി കൊടുക്കുന്ന ഒരു സാധനത്തിനാണ് ഈ താഴെ പറഞ്ഞേക്കുന്ന ഒരു ഓപ്ഷൻ. ഓക്കെ, എന്തും ആകാം, പ്രോക്സി ആകാം, സ്റ്റബ് ആകാം, ഡ്രൈവർ ആകാം, നൺ ഓഫ് ദ ബോയ്, ഏതൊരു ഓപ്ഷനാണ്. സോ അത് യൂസ് ചെയ്തുകൊണ്ട് എന്താണ് അതൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു ആൻഡ് ടെസ്റ്റ് ഡാറ്റ പാസ് ചെയ്യുന്നു. അതിനകത്ത് ഏതൊരു സാധനമാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻസ് ഒന്നിട്ട് പറയാം. പ്രോക്സി, സ്റ്റബ്, ഡ്രൈവർ, നൺ ഓഫ് ദി അബവ്. ഇതിനകത്ത് ഏതായിരിക്കും വരിക? ആൻസർ നോക്കാം. ഞാൻ പ്രോക്സി കൊടുക്കുക. ഇറ്റ്സ് റോങ്. കറക്റ്റ് ആൻസർ ഇസ് ഡ്രൈവർ. സോ ഡ്രൈവറും സ്റ്റബ് നമുക്ക് മിക്കതും കൺഫ്യൂഷൻ വരുന്നതാണ്, ഡ്രൈവർ ആണോ സ്റ്റബ് ആണോ എന്ന്. ഇവിടെ ആൻസർ ഡ്രൈവർ ആണ് വരിക. ഓക്കെ, അതായത് നമ്മൾ ഡ്രൈവർ സ്റ്റെപ്പ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ചില പാർട്സ് അല്ല ചില മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഡെവലപ്പ് ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് ബാക്കി പാർട്സ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ചില ഡെമോസ് അല്ലെങ്കിൽ ചില മോക്സ് പ്രിപ്പയർ ചെയ്യും അവിടെ. സോ ആ പാർട്സ് ഓഫ് കോഡിന് അല്ലെങ്കിൽ ആ പാർട്സ് ഓഫ് ദ ആപ്ലിക്കേഷൻ പറഞ്ഞ പേരാണ്, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഡ്രൈവേഴ്സ് സ്റ്റബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ ഡ്രൈവറാണ് അതിൻ്റെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടെസ്റ്റ് കേസസ് ആർ ക്രിയേറ്റഡ് ഇൻ വിച്ച് ഫേസ്? ഏത് ഫേസിലാണ് ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യുക? ഓപ്ഷൻസ്: ടെസ്റ്റ് കോൺഫിഗറേഷൻ, ടെസ്റ്റ് പ്ലാനിങ്, ടെസ്റ്റ് സ്പെസിഫിക്കേഷൻ ഓർ ടെസ്റ്റ് റിക്വയർമെൻറ്റ്. ആൻസർ നോട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ടെസ്റ്റ് കോൺഫിഗറേഷൻ കൊടുക്കുകയാണ്. ഇറ്റ്സ് റോങ്. കറക്റ്റ് ആൻസർ ഈസ് ടെസ്റ്റ് സ്പെസിഫിക്കേഷൻ അല്ലെ. ടെസ്റ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ ടെസ്റ്റ് കേസ് ഡെവലപ്പ് ചെയ്യുന്ന ഫേസ്. അതാണ് എൻ്റെ ആൻസർ. Next question. Exploratory testing is a dash. White box test design technique, experience based test design technique, black box test design technique, gray box test design technique. ഇതിൽ ഏതാണ് എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ് വരുന്നത്? ഓക്കെ, ഞാൻ വൈറ്റ് ബോക്സ് കൊടുക്കുകയാണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് റോങ്. ആൻസർ എന്താ വരാ? എക്സ്പീരിയൻസ് ബേസ്ഡ് ടെസ്റ്റ് ഡിസൈൻ ടെക്നിക്. എക്സ്പീരിയൻസ് ബേസ്ഡ് ടെസ്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ടെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിലുള്ള മറ്റാൾക്കാരുടെ അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് അത് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ് എക്സ്പീരിയൻസ് ബേസ്ഡ് ടെസ്റ്റ് ഡിസൈൻ ടെക്നിക് എന്ന് പറയുക. സോ എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ് ഇസ് എ പാർട്ട് ഓഫ് എക്സ്പീരിയൻസ് ബേസ്ഡ് ടെസ്റ്റ് ഡിസൈൻ ടെക്നിക്കാണ്. അപ്പോൾ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ, നിങ്ങളിപ്പം ഔട്ട് ഓഫ് 25 എത്ര ആൻസേഴ്സ് നിങ്ങൾ പ്രോപ്പറായി ചെയ്തിട്ടുണ്ട്, എത്ര നിങ്ങൾ കറക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് സെൽഫ് എന്താ പറയുക ഒരു ഇവാലുവേഷൻ നടത്താൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾക്ക് എത്രത്തോളം അറിയാൻ വേണ്ട ആൻസേഴ്സ് എന്നുള്ളത് അല്ലേ. ഇപ്പം നിങ്ങളൊരു ഇൻ്റർവ്യൂവിനൊക്കെ നോക്കുന്ന ആൾക്കാർ, പിന്നെ ഇൻ്റർവ്യൂ നോക്കുന്നതല്ല, ഇപ്പം ജസ്റ്റ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടെയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കണം, എങ്കിലും നമുക്ക് നമ്മുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. നമ്മളെപ്പോഴും പണ്ടെപ്പോഴോ പഠിച്ച കാര്യങ്ങളുമായിട്ട് ഇപ്പോഴും ഇരുന്നിട്ടുണ്ടെങ്കിൽ യാതൊരു കാര്യങ്ങളും ഇല്ല അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ, ഡാറ്റാ സയൻസ് AI ഒക്കെ കാലമാണ്. അപ്പോൾ നമ്മളിപ്പോഴും പണ്ടെപ്പോഴോ പഠിച്ച കാര്യങ്ങൾ മാത്രം നമ്മുടെ നോളജിലുണ്ടെങ്കിൽ യാതൊരു യൂസും ഇല്ല. സോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ നമ്മുടെ നോളജിന് ബ്രഷപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സെഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലത്തെ മോർ സെഷൻസ് ആവശ്യമുണ്ട്. ഇപ്പോൾ മാനുവൽ ടെസ്റ്റിംഗ് ആകാം, നമ്മുടെ ജാവയാകാം, പിന്നെന്താ സെലീനിയം ആകാം, പിന്നെ SQL, ഇങ്ങനെയൊക്കെയുള്ള ഏതൊക്കെ നമ്മുടെ ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ ടെക്നോളജീസ് ആൻഡ് ടൂൾസോ സോഫ്റ്റ്വെയർസ് പ്രോഗ്രാമിങ്സ് ആണ് ആവശ്യമുള്ളത്, അങ്ങനത്തെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.